അപ്പോൾ കപ്പക്കറിയും പപ്പടവും അല്ലേ? അപ്പോൾ കപ്പക്കറിയും പപ്പടവും ചേട്ടാ, കപ്പക്കറിയും പപ്പടവും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കാത്തിരിക്കുന്നു. ഇപ്പോൾ വരും എന്നൊരു പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടൻ സ്പെഷ്യലായിട്ടൊരു കപ്പക്കറി എടുക്കുന്നുണ്ട്. നമുക്കൊരു മിമിക്രി താരം കൂടിയുണ്ട്. അപ്പം ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചു. പക്ഷെ അതിനു മുമ്പ് നമ്മളൊരു പരസ്യം ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. എനിക്കൊന്ന് നമ്മുടെ ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിച്ചാൽ, പണം പയറ്റ് 2024 മെയ് 15 ബുധനാഴ്ച പറക്കുന്നത്ത് മീത്തൽ സന്തോഷ്. പണം പയറ്റ് ഒറ്റക്കണ്ടി മീത്തൽ ശിവദാസൻ 2027 മെയ് 29. വിവാഹം 2020. പണം പയറ്റ് 2027 മെയ് 25 ശനിയാഴ്ച. സംഭവം എത്ര ആലോചിച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. പഴം പയറ്റ് എന്താ കഴിച്ചിട്ടുണ്ട്? എന്താ പഴംപൊരി അടിച്ചു കയറുന്ന പരിപാടിയാണ് പഴം പയറ്റ്. പക്ഷെ പണം പയറ്റ് എന്ന് പറയുന്നത്, പണം പയറ്റ് KG ജിലേഷ് മൂലാട് എന്ന് പറയുന്നത് എന്താണ് പണം പയറ്റ് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയില്ലെങ്കിൽ വിശദീകരിക്കും എന്താ സംഭവം. പണം പയറ്റ് എന്ന് പറയുന്നത് ഒരു ശരാശരി 2-3 വർഷമോ 4 വർഷമോ കൂടുമ്പോൾ ഒരു നിമിഷം, അതിനോടൊപ്പം നമ്മുടെ കപ്പപ്പയറ്റ് തുടങ്ങണം. കപ്പപ്പയറ്റും പപ്പടപ്പയറ്റും ഉണ്ട്. അപ്പൊ ചേട്ടാ വന്നാണ് ചെറിയൊരു സൽക്കാരം നൽകി. ആ തേയില സൽക്കാരത്തിലൂടെ സാമ്പത്തിക സഹായം നൽകുന്നു. അതൊരു നോട്ട് ബുക്കിൽ കുറിച്ചു വെക്കുന്നു. പിന്നീട് ആ സാമ്പത്തിക സഹായം നൽകുന്ന ആളുകൾ ഇതുപോലെ പണം പയറ്റ് നടത്തുമ്പോൾ അതിന് ഇരട്ടിയായി കൊടുക്കുന്നതാണ്. കൃത്യമായി കണക്ക് സൂക്ഷിക്കുന്നു. വലിയ സഹായമാണ്. ഒരു സ്പൂൺ വേണം. ചേട്ടൻ പറഞ്ഞോട്ടെ. അപ്പോൾ അത് ഞാൻ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം. അത് നമ്മുടെ നാട്ടിൽ ടീ പാർട്ടി ഉണ്ട്. ഞങ്ങളുടെ അതായത് തെക്കോട്ടുള്ള ഭാഗങ്ങളിൽ ടീ പാർട്ടി എന്ന് പറയുന്നത് കല്യാണത്തിന്റെ തലേന്ന്. അപ്പൊ ചായ സൽക്കാരം. ആ ചായ കല്യാണത്തിന്റെ തലേന്നാണോ ഇത് നടക്കുക? കല്യാണത്തിനല്ല പണം പയറ്റ്. വേറെ തന്നെ ചായ കല്യാണമായിട്ട് ബന്ധമില്ല ഇതിന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സന്തോഷം ശിവദാസനോ കല്യാണം കഴിക്കാൻ അല്ല, ഈ കടയിൽ വെച്ച് നടത്തുന്ന പയറ്റാ. ഈ കടയിൽ വെച്ചാണ് നടത്തുക. അവിടെ ആൾക്കാർ കൂടിയിരിക്കും. പുറത്തൊരു മേശയും ഒരു നോട്ട് ബുക്കിൽ വരുന്ന ആളുകളെ പണം അവിടെ എഴുതി വെക്കും. ആ പണത്തിന്റെ രേഖ നോക്കിയാണ് തിരിച്ചയാള് മറ്റുള്ളവർക്ക് പയറ്റ് വരുമ്പോൾ കൊടുക്കുക. അത് ശരി. അപ്പം ഇത് രേഖ വെച്ചിട്ട് അയാൾക്ക് ആവശ്യമുള്ളപ്പോൾ കൊടുക്കും. അവർ കത്ത് കൊടുക്കുമ്പോൾ അത് ഒരുതരം സഹകരണ പ്രസ്ഥാനം അല്ലേ? അതായത് ഇവിടെ ഇപ്പൊ ഏറ്റവും അടുത്ത് നടന്ന സമയത്ത് 7 ലക്ഷം വരെ 7 ലക്ഷം രൂപ വരെ ഈ പണം പയറ്റിന് ലഭിച്ച ആളുകളുണ്ട്. അതായത് ഇതിന് പലിശ കൊടുക്കണ്ടേ? 1 രൂപയും കൊടുക്കണ്ട. പലിശ വേണ്ട. ഇല്ലല്ല. അതായത് 500 രൂപ പയറ്റി കഴിഞ്ഞാൽ തിരിച്ച് 1000 പയറ്റുന്നു. പിറ്റേത്തെ വർഷം 1000 പയറ്റുന്നു. 500 കിട്ടിയ ആള് 1000 പയറ്റുന്നു. 1000 പയറ്റുന്നു എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു. അയാൾ കൊടുക്കുന്നു. അത് എന്റെ സംശയമല്ല. ഇപ്പൊ ഈ ബുധനാഴ്ചയാണ് സന്തോഷിന്റെ പണം പയറ്റ്. സന്തോഷ് ഇവിടെ വരും. സന്തോഷിന്റെ ഒരു രജിസ്റ്റർ ബുക്ക് ഇവിടെ ഉണ്ടാവും. അതാരാ രജിസ്റ്റർ ബുക്ക് സൂക്ഷിക്കുന്നത്? അത് ഒരാളെ ചുമതലപ്പെടുത്തും. ആ രജിസ്റ്റർ ബുക്ക് അടിച്ചോണ്ട് പോയാൽ കഴിഞ്ഞു. അല്ലല്ല, കൊണ്ടുപോകാൻ പറ്റില്ല. അതിനൊരു നമ്പറും കാര്യമുണ്ട്. പെൻഡ്രൈവ് പോലെ അടിച്ചോണ്ട് പോകുന്നൊരു നാടാണ് KSRTC. അതാണ് ഈ നാടിന്റെ ഒരു പ്രത്യേകത. നമ്മള് തമാശക്ക് ചോദിച്ചാണെങ്കിലും അങ്ങനെ ഒരിക്കലും ഈ നാട്ടുകാർ ചെയ്യില്ല കേട്ടോ. അത് രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. മാത്രമല്ല സന്തോഷിന് പണം കൊടുക്കുന്നത് ഇപ്പം ചേട്ടനാണ്. ഇപ്പൊ സുരേഷ് പണം കൊടുത്തു. സുരേഷ് പയറ്റിട്ടുണ്ടോ? പയറ്റുണ്ട്. അപ്പൊ പയറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പയറ്റ് എടുക്കണം ഇവിടെ വന്നു. അല്ല, അത് ഈ കടയുമായിട്ട് ബന്ധപ്പെട്ടാണോ പയറ്റ്? അതെ, കടയിൽ വെച്ച് നടത്താം, വീട്ടിൽ വെച്ച് നടത്താം. അതിനിടയ്ക്ക് കപ്പയുടെ കാര്യം കൂടെ നമുക്കൊന്ന് പറയാം. റിസർവ് ബാങ്ക് ആണല്ലോ പണത്തിന്റെ കൈകാര്യക്കാരൻ. പക്ഷെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഓരോരുത്തരുടെ അക്കൗണ്ടാണ്. അതിന് സമാനമായ ഒരു അക്കൗണ്ട് സിസ്റ്റമാണ് ഇത് എന്നുള്ളതാണ്. കാരണം ഓരോരുത്തരും അതിന് മുമ്പ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കപ്പക്കറി. ഈ കപ്പയോടൊപ്പം ഉള്ളത് ചേട്ടാ, കപ്പയ്ക്കുള്ളിൽ ഒരു സാധനം ഉണ്ടല്ലോ. കപ്പയും പയറുമാണോ ഇത്? പച്ചമുളക്, ചെറുപയറ്. കപ്പ, ചെറുപയറും ഉണ്ട്. അപ്പൊ കപ്പ, ചെറുപയറ്, മുളക്. അടിപൊളിയായിട്ടോ, ഗംഭീരമുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് പപ്പടം. ഇത് പഴയ കാലത്ത് ഇങ്ങനെയല്ല കഴിക്കുക. എങ്ങനെ കഴിക്കാം? ഇങ്ങനെയാണ് കഴിക്കുക. നമുക്ക് പഴയ രീതിയിൽ കഴിച്ചാൽ മതി. നമ്മൾ ചില കാര്യങ്ങൾ. അപ്പൊ പക്ഷെ പപ്പടം ഇടണ്ടേ? പപ്പടം ഇട്ടിട്ട് അടിക്കണം. ഞാൻ ഇങ്ങനെ എടുക്കുന്ന കാര്യം, എന്റെ കയ്യിൽ കുറച്ച് മണ്ണ് പറ്റിയിട്ടുണ്ട്. അപ്പൊ മണ്ണ് ഉള്ളതുകൊണ്ടാണ്. ഒരു സ്പൂൺ കഴിച്ചോളൂ സർ. ഓക്കെ. അപ്പൊ ഭാസ്കരേട്ടൻ ആരാ? അത്ര ലാഭം വേണ്ടതുകൊണ്ട് വെള്ളം കുറച്ചു. അല്ലെങ്കിൽ അതായത് ഇതിന്റെ വെള്ളം കൂടുന്തോറും ലാഭം കൂടും. മോഹൻലാൽ പറയുന്ന പോലെ വെള്ളം കൂടുന്തോറും കൊള്ളാം. അപ്പൊ കപ്പ പയറ്റാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പയറ്റിൽ നമ്മൾ പൊളിക്കും. അപ്പൊ സാധാരണ ഇങ്ങനെ എടുത്തിട്ട് അല്ലേ? അത് പൊളിയാണ് കേട്ടോ. പപ്പടം കൂടെ വന്നപ്പോഴും അടിപൊളിയായി. ഇനി ഇതിന് പുറത്ത് മത്സ്യക്കറിയും കൂടോ ചേർക്കാറുണ്ട് പലരും. ആണോ? മത്സ്യക്കറി, ബീഫ് കറിയും ചേർക്കും ഇതിനകത്ത്. അപ്പൊ ഇത് വെജിറ്റേറിയൻ ആണ്. കപ്പയ്ക്കകത്ത് പയറിനകത്ത് പച്ചമുളക്, ഇതിനകത്ത് നമ്മൾ പപ്പടവും കൂടി പൊടിച്ചിട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് അല്ലേ? അത് ശ്രീ സുരേഷ് പറഞ്ഞൊരു രീതിയാണ്. കയ്യിൽ മണ്ണുണ്ട്, അതുകൊണ്ടാണ്. വളരെ അടിപൊളിയാട്ടോ, ഗംഭീരമായി. അപ്പൊ നിങ്ങൾ മറക്കണ്ട, മൂലാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എങ്ങനെയാ വരിക? നമ്മള് മൂലാട് കോഴിക്കോട് നിന്ന് നേരെ ബാലുശ്ശേരി റൂട്ടിൽ നിന്ന് കൂരാച്ചുണ്ട് ബസ്സിൽ കൂട്ടാലട ഇറങ്ങാം. കൂട്ടൂർ പഞ്ചായത്തിന്റെ കേന്ദ്രമാണത് കൂട്ടാലട. കൂട്ടാലടയിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഇവിടെ എത്തിയാൽ
മൂലാടെത്തി. അതോടൊപ്പം തന്നെ കോഴിക്കോട് നിന്ന് നടുവണ്ണൂർ റൂട്ടിൽ ചാലിക്കര ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഇങ്ങോട്ടുള്ളത്. അപ്പം മൂലാട് നിങ്ങൾ GPS സെറ്റ് ചെയ്യുക, അതിൽ മൂലാട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. മൂലാട് ലിസ്ന ഹോട്ടലിൽ വരിക. നല്ല കപ്പ, ഭാസ്കരേട്ടൻ്റെ കടയിൽ വന്നിട്ട് നല്ല കപ്പക്കറിയും ഒപ്പം പപ്പടവും കൂടെ പൊടിച്ചിട്ടിട്ടൊരു പിടി പിടിക്കുക. അതിനുള്ള നല്ല ചായയും കിട്ടും. ചായ ചേട്ടൻ എടുക്കുന്നു. നമ്മൾ അടിപൊളിയുണ്ട്.